എന്തായാലും ഒന്നും പറയാനില്ല, സംഭവം പൊളി. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ കാണിച്ചൊരു കാര്യത്തിനുണ്ടല്ലോ, എഴുന്നേറ്റ് നിന്നൊരു സല്യൂട്ട് അടിക്കണം. വിജയണ്ണ എങ്ക നെഞ്ചിൽ കുടിയിരിക്കും തമിഴ് മക്കളെ, ഉങ്ക തലൈവർ സൂപ്പർ, മുതലമച്ചർ സൂപ്പർ വിജയ് അണ്ണ അവർകൾ. അടിപൊളി സെറ്റ്. കണ്ടില്ലേ? മലൻ ടി വിയുടെ, അതായത് തമിഴ്നാട് സർക്കാരിന്റെ ഇതിൽ വരുന്ന കേബിളിൽ വരുന്ന ചാനലിൽ മലൻ ടി വി ഇനി ഉണ്ടായിരിക്കില്ല. മലൻ ടി വിയുടെ റൈറ്റ്സ് അവരെടുത്ത് കളഞ്ഞു തമിഴ്നാട് സർക്കാർ. അതായത് നമ്മ വിജയ് എണ്ണ എടുത്ത് കളഞ്ഞ്. സൂപ്പർ. വർഗീയത തമിഴ്നാട് മക്കൾ കാണണ്ടെന്ന് വിചാരിച്ച് വിജയണ്ണ എടുത്ത് കളഞ്ഞു. അടിപൊളി സെറ്റ്, ഒന്നും പറയാനില്ല. അടിപൊളി സല്യൂട്ട് വിജയണ്ണ. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഈ മലൻ ടി വി അങ്ങനെ അധികം കാണാറൊന്നുമില്ല. വന്നാൽ തന്നെ ഓടിച്ചു വിടലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% സ്പ്രെഡ് ചെയ്യുന്നത് വർഗീയതയാണ്. അതുകൊണ്ട് തന്നെ ആരും കാണാറുമില്ല. ഇന്ത്യ ജയിക്കുന്ന സമയത്ത് ഭാരതം ജയിച്ചെന്ന്, ഇന്ത്യ തോക്കുന്ന സമയത്ത് ഇന്ത്യ തോറ്റെന്നും പറയുന്ന ചാനലാണ്. എങ്ങനെയൊക്കെ വർഗീയത ഉണ്ടാക്കാൻ പറ്റും അതെല്ലാം നമ്മുടെ കേരളത്തിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് ഈ മലൻ ടി വി. അതിൻ്റെ മറ്റേ എഡിറ്ററും മറ്റേ അവതാരകനുമായ അനിൽ നമ്പ്യാരുണ്ടല്ലോ, ആ ചങ്ങായിയുടെ ഒരു പോസ്റ്റിൽ ഞാൻ ഇന്നലെ ഒരു കമൻ്റ് ഇട്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റിന് ഇയാളൊരു മറുപടി തന്നത് എന്താണെന്നറിയോ? നിന്റെ മുഖം നോക്ക്, നിന്റെ മോന്ത നോക്കടാ, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് മുറിയേണ്ടി എന്ന്. അപ്പൊ പിന്നെ നമ്മൾ വിടുവോ? അണ്ണനെ വിറ്റ പൈസ പോക്കറ്റ് ഇട്ടിട്ട് നടക്കുന്ന ടീമാണല്ലോ നമ്മൾ. തിരിച്ചണ്ണനിക്ക് ഒരു കമന്റ് കൊടുത്ത് ഇത്ര ഉറപ്പായിട്ട് മുറിയേണ്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് അണ്ണൻ വന്നിട്ട് മുണ്ടുപൊക്കി നോക്കുന്ന പരിപാടിയാണോ അണ്ണനെന്ന് ചോദിച്ചു. അണ്ണനോട് ഞാൻ ചോദിച്ചു, ഇത്ര ഉറപ്പായിട്ട് പറയാൻ വേണ്ടിയിട്ട് അണ്ണനും എല്ലാവരുടെയും മുണ്ടുപൊക്കി നോക്കുന്ന പരിപാടിയാണോ? അണ്ണൻ മറ്റേ ആളാണോ എന്ന് ചോദിച്ചു. ഏത് 9? ഏത് 4 പേർ വന്നു, 20 രൂപ തന്നു, കിടക്കണ സവാള വിട ആളോന്ന് ചോദിച്ചു. എൻ്റെ പൊന്ന് മക്കളെ, നമ്മളെ ഊമ്പി എണ്ണൻ ആ കമൻറ്റും ഡിലേറ്റ് ചെയ്ത് കണ്ട വഴി ഓടി. അപ്പോൾ ഞാൻ വീണ്ടും കമൻ്റ് ഇട്ട്, നീ ആൺകുട്ടിയാണെങ്കിൽ ആ കമൻ്റ് അവിടെ പിൻ ചെയ്ത് വെക്കടാന്ന്. ആ കമൻറ്റും ഡിലേറ്റ് ചെയ്ത്. അപ്പം തന്നെ മനസ്സിലായി ഓൻ ആൺകുട്ടിയല്ല 9 പക്ഷെ നമ്മൾ വിടുവോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓനെ വിറ്റ പൈസ പോക്കറ്റ് ഇട്ടിട്ട് കിടക്കുന്ന ടീമാണ് നമ്മൾ. അതായത് ഓൻ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാള്. ഓന് ഞാൻ ആ കമൻറ്റും കൊടുത്ത്, ആ കമൻറ്റ് അപ്പോഴും തന്നെ സ്ക്രീൻഷോട്ടും എടുത്ത് ഞാൻ കണ്ടില്ലേ, ഇതാണ് കമൻറ്റ്. ഇന്നലെ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം തന്നെ അണ്ണനെ ഞാൻ റോക്കറ്റ് കയറ്റി പറത്തി വിട്ടിട്ടുണ്ട്. ഉമ്മാർക്ക് കാണുന്നവരെല്ലാം മുറിയേണ്ടികളാ. അതായത് ഉമ്മാരും മറ്റേ അണ്ടി ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ്. നോക്കട്ടെ, മുറിയേണ്ടിയല്ല, നോക്കട്ടെ, മുറിയേണ്ടിയല്ല. പണ്ട് പറങ്കണ്ടിയിൽ മറ്റേ നല്ലത് ചീത്ത തിരയുന്ന ടീമാണ് ഉമ്മാർ. ഉമ്മാർക്ക് എല്ലാവരും മുറിയേണ്ടികളാ. അതായത് ഈ ഉമ്മാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ പേര് നോക്കിയിട്ട് മുറിയണ്ടി, സുഡാപ്പി. യവന്മാരുടെ വിചാരം യവന്മാരാണ് ഇന്ത്യ മഹാരാജ്യം എന്ന്. അതായത് 2014 ശേഷമാണ് ഈ രാജ്യസ്നേഹം തന്നെ യവന്മാർക്ക് ഉണ്ടാകുന്നത്. നമ്മൾ ജനിച്ച സമയത്ത് നമ്മളെ രാജ്യത്തിനോട് നമുക്ക് സ്നേഹമുള്ളവരാ. ഇന്ത്യ ഗേറ്റിൽ പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർ, അതായത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വെടികൊണ്ട് മരിച്ച ഒരുപാട് പൂർവികന്മാരുള്ളൊരു തലമുറയാണ് നമ്മുടേത്. യുവമാരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരം കടന്നു പോകുന്ന വഴിയിൽ അത് കണ്ടു നിന്ന് തല ഇറങ്ങി വഴിച്ച ഒരു അണ്ടിമുക്ക് ശാഖയിലെ സംഗീനെ പോലും കാണാനുണ്ടാവില്ല. അവനൊക്കെയാണ് ഞമ്മടുത്ത് രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്. എന്നിട്ട് നമ്മൾ മുറിയേണ്ടിയെന്ന് ഇതാ ഇങ്ങനെ പൊക്കി നോക്കുക അവൻ. ആര്? നമ്മളാ മലൻ ടി വി നമ്പിയാർ. ഇന്നലെ കൊടുത്ത് കുറേ ഒരു അടിപൊളി ഇത് കമൻറ്റും ഡിലേറ്റ് ചെയ്ത് ഓടി. ഇനി മേലെ എനിക്ക് കമൻറ്റ് ഇടൂല. ഞമ്മടുത്താണ് ഓനെ വിറ്റ പൈസ പോക്കറ്റ് ഇട്ടിട്ട് കിടക്കുന്ന ടീമാണ് നമ്മൾ. എന്തായാലും വിജയണ്ണ അടിപൊളി സെറ്റ്, സൂപ്പർ. നീങ്ക സൂപ്പർ എന്നാ സൂപ്പർ. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ജനം ടി വിക്ക് ഭീകരാക്രമണ ഭീഷണി.